സ്വാതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു നാരങ്ങ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ചോറിനും നെയ്ച്ചോറിനൊക്കെ പറ്റിയ ഒരു നാരങ്ങ ചമ്മന്തി. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 4 നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് ഒന്ന് എടുക്കാം. ഈ നാരങ്ങ നീരിലാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അതിന് മുന്നേയായിട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നാരങ്ങ നീരൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാം. ഈ ചമ്മന്തി ഉണ്ടാക്കാത്തവരെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും ഇത്. പിന്നെ എളുപ്പമായിട്ടുള്ളൊരു ചമ്മന്തിയാണ്. തേങ്ങയൊന്നും വേണ്ട, നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ അത് 4 നാരങ്ങയുടെ നീരും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് സാധാരണ മുളക് പൊടി തന്നെയാണ്. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, ഉലുവപ്പൊടി, 1/4 ടീസ്പൂൺ കായം. ഇനി ഈ നാരങ്ങ നീരൊഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ നാരങ്ങ നീരിന് നല്ല പുളിയാണ്. അപ്പോൾ ഈ പുളിയും എരിവും ഉപ്പും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു കോമ്പിനേഷനാണ്, നല്ലൊരു ചമ്മന്തിയാണ്. പിന്നെ ആവശ്യത്തിന് നാരങ്ങ നീര് ചേർത്തിട്ടാണ് മുളക് പൊടി മിക്സ് ചെയ്യുന്നത്. വെള്ളം ചേർക്കുന്നില്ല. കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഈ 3 ടീസ്പൂൺ മുളക് പൊടിക്ക് പാകത്തിനുള്ള നാരങ്ങ നീരാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നല്ല ജ്യൂസുള്ള നാരങ്ങയാണ് ഇത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊന്ന് നോക്കാം, ഉപ്പുണ്ടോയെന്ന്. ഉപ്പൊക്കെ പാകമാണ്. അപ്പോൾ അത് ചോറിന് നെയ്ച്ചോറിനൊക്കെ പറ്റിയൊരു ചമ്മന്തിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അത് പിറ്റേ ദിവസത്തേക്കാണ് സൂപ്പർ ആവുക കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടാവും. ഉലുവയും കായും ഒക്കെ കൂടിയിട്ടുള്ള ആ ഒരു ചമ്മന്തി. അപ്പോൾ എനിക്ക് ചോറിനതിൻ്റെ ഒരു തുള്ളി മതി, അത്രയും ടേസ്റ്റാണ്. താങ്ക് യു.